عليكم ورحمة الله وبركاته. الحمد لله رب العالمين وصلوات الله تعالى وسلامه على رسوله الأمين وعلى آله ومن تبعهم بإحسان إلى يوم الدين. നമ്മുടെ ഈ കാലം സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചാരം നേടിയ ഒരു കാലമാണ്. എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്. അതിനകത്ത് സ്ഥിരമായി എല്ലാവരും ഉപയോഗിക്കുന്നു. കുട്ടികളെന്നോ യുവാക്കളെന്നോ വൃദ്ധരെന്നോ സ്ത്രീകളെന്നോ വ്യത്യാസമില്ലാതെ വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങി ഒരുപാട് സാമൂഹിക മാധ്യമങ്ങളുടെ ശൃംഖല നമ്മുടെയൊക്കെ കയ്യിലും പോക്കറ്റിലുമായി നിൽക്കുകയാണ്. ഇത് മനുഷ്യന്റെ ആശയ പ്രചരണ പ്രസാരണ രംഗത്ത് അതിവിപുലമായ സാധ്യതകളാണ് തുറന്നുവെച്ചത് എന്ന് നമുക്കറിയാം. ഇതിന്റെ രംഗപ്രവേശത്തോടു കൂടി നമ്മുടെ കേരളക്കരയിൽ പൊങ്ങി വന്ന ഒരു പ്രത്യേക പ്രതിഭാസം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്നതാണ് ഈ നവനാസ്തികതയുടെ അരങ്ങേറ്റം. കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ നാസ്തികതയുണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സഹസ്രാബ്ദങ്ങളായി ഭൂമിയിൽ നാസ്തികത നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി തികച്ചും ആധുനികമായ ഈ സന്ദർഭത്തിൽ രംഗത്ത് വന്ന നാസ്തികതയുടെ ഈശ്വര നിഷേധത്തിൻ്റെ, ദൈവ നിഷേധത്തിൻ്റെ ഏറ്റവും പുതിയ പതിപ്പാണ് നവനാസ്തികത. ശാസ്ത്രത്തിൻ്റെ മറപിടിച്ചുകൊണ്ട് ശാസ്ത്രമാണ് ഞങ്ങൾ നയിക്കുന്നത്, ഞങ്ങളുടെ ജീവിതം നിർണ്ണയിക്കുന്നത്, ഞങ്ങളുടെ പെരുമാറ്റങ്ങൾ തീരുമാനിക്കുന്നത് തുടങ്ങി എല്ലാം ശാസ്ത്രമാണെന്നും ശാസ്ത്രമല്ലാത്തതൊന്നും യാഥാർത്ഥ്യമല്ലെന്നും ബഹുജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ ആളുകളായി വേഷം കെട്ടി വന്നിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ നവനാസ്തികർ. ഒരുപക്ഷെ എന്നേക്കാളേറെ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് ഇവരുടെ ചില പ്രചാരണങ്ങളും തന്ത്രങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകണം. വളരെ വസ്തുനിഷ്ഠമായി, ബുദ്ധിപരമായി, ചിന്താപരമായി, അതല്ലെങ്കിൽ അംഗീകൃത ശാസ്ത്രത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ഒരു വിഷയങ്ങൾ സംവദിക്കാൻ കേൾപ്പുള്ള ഒരാളെങ്കിലും ആ കൂട്ടത്തിലുണ്ടോ എന്ന കാര്യം സംശയമാണ്. ആകെയുള്ളത് 4, 3, 7 ആളാണ്. അത്രയേ ഉള്ളൂ. ഈ 2 കൈ നിവർത്തിപ്പിടിച്ച് ഒരു തവണ എണ്ണിയാൽ തീർക്കാൻ പറ്റുന്ന കേരളത്തിലെ നാസ്തിക സമൂഹം, അതല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലെ ചില കടലാസ് പുലികൾ, വളരെ എണ്ണത്തിൽ കുറഞ്ഞ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. എപ്പോഴും കാണുന്നത് ഒരേ ഫേസാണ്, ഒരേ മുഖങ്ങൾ മാത്രമാണ്, പറയുന്നത് ഒരേ കാര്യങ്ങൾ, ചോദിക്കുന്നത് ഒരേ ചോദ്യങ്ങൾ, വാദിക്കുന്നത് ഒരേ വാദങ്ങൾ. അതിന് 1000 തവണ മറുപടി പറഞ്ഞാലും 1001 തവണ വീണ്ടും അത് തന്നെ ചോദിക്കും. ഇങ്ങനെ കാലം കഴിച്ചു കൂട്ടുന്ന ഒരു പ്രത്യേക വിഭാഗം വളരെ ചുരുങ്ങിയ ചില ആളുകളാണ് ഈ കൂട്ടത്തിലുള്ളത്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് യുക്തിവാദികൾ എന്ന പേരിലായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ആ പേര്, ഈ നവനാസ്തികത എന്ന പേരൊക്കെ പിന്നീട് ഇപ്പോൾ ഉണ്ടായതാണ്. യുക്തിവാദികൾ എന്ന പേരിലായിരുന്നു ഈ ദൈവ നിഷേധ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ യുക്തിവാദി എന്ന് പറയാൻ അവർക്ക് നാണോ? ഇപ്പൊ അത് ഉപയോഗിക്കാറില്ല, വളരെ കുറവാണ്. ഇപ്പോ സ്വതന്ത്ര ചിന്തകരാണ് ഞങ്ങൾ, ശാസ്ത്ര പ്രചാരകരാണ് ഞങ്ങൾ എന്നൊക്കെയാണ് പറയാം. സ്വതന്ത്ര ചിന്തകർ, ഫ്രീ തിങ്കേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഗ്രൂപ്പൊക്കെ നിങ്ങൾ കണ്ടു കാണും. യുക്തിവാദം എന്താണെന്നും യുക്തി എന്താണെന്നും യുക്തി തന്നെ അംഗീകരിക്കണമോ വേണ്ടേ എന്നൊക്കെ സംശയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഏതായിരുന്നാലും ഈ ഒരു സ്വതന്ത്ര ചിന്തയുടെയും ശാസ്ത്ര പ്രചാരണത്തിൻ്റെയും ഒക്കെ കൊടി വഹിച്ചുകൊണ്ട് കേരളക്കരയിൽ
ശുദ്ധമായ മലയാള ഭാഷയിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ പ്രചാരണ ശ്രമങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും കഴമ്പുള്ള ബുദ്ധിപരമായി സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്ന, യുക്തി ഉപയോഗിച്ച് സ്ഥാപിക്കാൻ പറ്റുന്ന, അതല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ പിൻബലത്തോടുകൂടി സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യവും അവതരിപ്പിക്കാൻ കഴിയാത്ത, പരിശോധിക്കാനോ ഇവർ മെനക്കെടാറില്ല എന്ന് മാത്രമല്ല, അങ്ങനെ മെനക്കെടാൻ കഴിവുള്ള ആളുകളും ആ കൂട്ടത്തിലില്ല. ഞാൻ പറഞ്ഞുവല്ലോ 4, 3, 7 ആകെ ഉള്ളത്. അതില് കാര്യം പ്രസക്തമായ നിലയില് കാര്യങ്ങളെ വിലയിരുത്താൻ കഴിവുള്ള ആളുകൾ ഇല്ല. 99.9% ഇതിനൊന്നും ഒരു കഴിവുമില്ല. ഭൂരിപക്ഷം ആളുകളും 10ാം ക്ലാസ്സും ഗുസ്തിയോ, അതന്നെ 10ാം ക്ലാസ് ജയിക്കാത്തവരും അധികമുള്ളൂ. അതൊക്കെ പ്രൊഫൈലൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് ലോകത്തിലെ മുഴുവൻ മതവിശ്വാസികളെയും അടച്ച് ആക്ഷേപിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇസ്ലാമിക സമൂഹത്തെ മൊത്തത്തിൽ അടച്ച് ആക്ഷേപിച്ച് ദൈവത്തെ ചീത്ത വിളിക്കുക, പടച്ചോനെ ചീത്ത വിളിക്കുക, ഖുർആനെ പറ്റി അപവാദങ്ങൾ പ്രചരിപ്പിക്കുക, പ്രവാചകന്റെ ജീവിതത്തെ മൊത്തം എടുത്ത് മുന്നിൽ വെച്ചതിന് ശേഷം അതിനെതിരിൽ ശുദ്ധമായ തെറിവിളികൾ നടത്തുക. എന്നിട്ട് ഞങ്ങളാണ് കേരളക്കരയിലെ ഏറ്റവും വലിയ ബുദ്ധിജീവികൾ, വിവരമുള്ളത് ഞങ്ങൾക്കാണ്, ശാസ്ത്രം അറിയണത് ഞങ്ങൾക്കാണ് എന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുക. കെട്ടി നടക്കുന്ന ഒരു പ്രത്യേക വിഭാഗങ്ങൾ. ഇവരുടെ മൊത്തം കേരളത്തിൽ നടക്കുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഇവരെന്തു ചെയ്യുന്നു, എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു ഉത്തരമില്ല. സ്വാഗത ഭാഷ ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും ഒക്കെ വിമർശിക്കുകയും മുസ്ലിങ്ങളെ ഒതുക്കുകയും ചെയ്യുക, അത് നേർക്ക് നേരെ ഏറ്റുമുട്ടാൻ കേരളത്തിലെ നവനാസ്തികർക്ക് എന്നല്ല, ലോകത്ത് 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു നവനാസ്തികനും കഴിയില്ല. ഇന്ത്യ രാജ്യത്തിലെ ഓരോ പൗരന്റെയും ഉത്തരവാദിത്തങ്ങൾ വിവരിക്കുന്ന ഭാഗമാണത്. ഈ 51A എന്നൊക്കെ പറഞ്ഞ ഇന്ത്യയിൽ ജീവിക്കുന്ന പൗരന്മാർ ഇവിടെ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏതൊക്കെയാണ്? കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ എച്ച് എന്ന് പറഞ്ഞാൽ എ കഴിഞ്ഞിട്ട് എത്ര കഴിഞ്ഞിട്ട് എച്ച് വരെ, ABCDEFGH എന്ന് പറയുന്ന ആ നമ്പർ. അതിനകത്ത് പറയുന്നത് ഇന്ത്യ രാജ്യത്തിലെ ഓരോ പൗരന്റെയും ഡ്യൂട്ടി, കർത്തവ്യം ചില കാര്യങ്ങളാണ്. ഒന്ന്, ഡെവലപ്പ് സയന്റിഫിക് ടെമ്പർ, ശാസ്ത്രീയ അവബോധം വളർത്തുക. അപ്പൊ ഇവര് പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ ശാസ്ത്ര പ്രചാരകരാണ്. ശാസ്ത്രീയ അവബോധം ജനങ്ങൾക്കിടയിൽ വളർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങള് പ്രചാരണമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. നവനാസ്തികരായ ആളുകളുടെ പ്രഭാഷണങ്ങളും അവരുടെ എഴുത്തുകളും അവരുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകളുമെല്ലാം ശാസ്ത്രീയ പ്രചാരണമാണ്. ഇത് ഭരണഘടന പറഞ്ഞത്. ഏതാണ് ശാസ്ത്രീയം? മുഹമ്മദ് നബി ആയിഷയെ കല്യാണം കഴിക്കുമ്പോൾ എത്ര വയസ്സായിരുന്നു എന്നതാണോ ശാസ്ത്രം? അതാണോ പ്രചരിപ്പിക്കാൻ പോണത്? ഇസ്ലാമിനെ കുറിച്ച് എന്തൊക്കെ തെറി പറയാൻ പറ്റുമോ അത് മൊത്തമല്ലേ പറയുള്ളൂ, വേറെ എന്ത് ശാസ്ത്ര പറയണത്? മാത്രമല്ല, ശാസ്ത്രം പറയാൻ യോഗ്യതയുള്ള എത്ര ആളാ കൂട്ടത്തിലുണ്ട്? നിങ്ങൾക്കൊന്ന് പറയാം, എത്ര ആൾക്ക് സാധിക്കും? ഒരു വൈശാഖൻ തമ്പിയെ മാറ്റിവെച്ചാൽ ശാസ്ത്രത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റിയ ആരുണ്ട് കൂട്ടത്തില്? ആരുമില്ല. ശാസ്ത്ര പ്രചാരണം ഭരണഘടന പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അതാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഘോഷിക്കുന്നുവെങ്കിൽ ആർക്ക് വേണമെങ്കിൽ അതെടുത്ത് പരിശോധിക്കുക. എന്ത് ശാസ്ത്രമാണ് ഈ പ്രചരിപ്പിക്കുന്നത്? ഹ്യൂമനിസം, മാനവികത. അവരുടെ മാനവികതയെ കുറിച്ച് വേണ്ടി ഞാൻ പറയാം. മാനവികത എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വളർത്തുക. പിന്നെ സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി, അന്വേഷണത്വര, അന്വേഷണാത്മകത, ജനങ്ങളിൽ കാര്യങ്ങൾ അന്വേഷിക്കാനും പഠിക്കാനുമുള്ള ഒരു ത്വര ഉണ്ടാക്കിയെടുക്കുക. ആൻഡ് റിഫോം, നവീകരണം, സമൂഹത്തെ നവീകരിച്ച് നന്നാക്കിയെടുക്കുക. ഇതൊക്കെ ഒരു പൗരന്റെ ബാധ്യതയാണെന്ന് പറയുമ്പോൾ അതാണ് അത്ര ഇവര് ചെയ്യുന്നത്. ഈ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നിൽ വെച്ചുകൊണ്ട് ഇവര് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറയുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിളിലെ ഈ കാര്യങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീട്ടി പറഞ്ഞ ഭാഗത്തേക്ക് പോകുന്നില്ല. നമ്മുടെ കേരളക്കരയിൽ മതം വിട്ട് പുറത്തു പോയ കുറെ ആൾക്കാരുണ്ട്. മതം ശരിയില്ല,
ഇസ്ലാം തീരെ ശരിയില്ല, ഖുർആൻ അത്ര ശരിയില്ല, പ്രവാചകൻ അത്രയും ശരിയില്ല, എല്ലാം കൊള്ളരുതാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് മതമൊക്കെ വിട്ട് ഞങ്ങൾ ഇതാ പുറത്തു പോകുന്നു എന്ന് പറഞ്ഞ് കുറച്ച് ആളുകൾ പോയിട്ടുണ്ട്. ജീവിക്കുന്ന ആളുകളാണ്. ഇതൊന്നും ശരിയില്ല എന്ന് തോന്നിയിട്ട് ഒരാൾ മതം വിട്ടു പോകണമെങ്കിൽ അതിൻ്റെതായ ഒരു കാരണം കാണും. എന്തൊക്കെ കാരണങ്ങളാണ് മതം വിട്ടു പോകാൻ വേണ്ടി ഇവരെ പ്രേരിപ്പിച്ചത്? നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് പരിശോധിച്ച് നോക്കാം. കുറച്ച് കാര്യങ്ങൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്ത ഏതാനും ചില കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കാം. ചോദിച്ചാൽ അപ്പപ്പ കിട്ടും എന്ന് ഏതോ ഒരു സാധു വിചാരിച്ചു, ചോദിച്ചു, അപ്പ കിട്ടിയില്ല. എന്നാ പിന്നെ ദൈവം ഇല്ല. ദൈവം ഇല്ല എന്നെങ്ങനെ അർത്ഥമാവുക? വാപ്പാനോട് പൈസ ചോദിച്ചു, വാപ്പ പൈസ തന്നില്ല, അതിന്റെ അർത്ഥം വാപ്പ ഇല്ല എന്നാണോ? ഇത് എന്ത് ബുദ്ധിയാണോ? ഇത് ബുദ്ധിയാണോ? ഇത് യുക്തിയാണോ? ഇത് എന്താണ് ഇതിന്റെ പിറകിലിരിക്കുന്നത്? ചോദിച്ച കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ ചോദിക്കപ്പെട്ടവൻ ഇല്ല എന്നാണ് അത്ര അതിനർത്ഥം. ഇത്രയും മഹാമണ്ഡത്തം കൈമുതലാക്കി അതുകൊണ്ട് ഞാൻ മതം വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് യൂട്യൂബിൽ ഇങ്ങനെ വന്നിട്ട് ഭയങ്കരമായിട്ട് പ്രഭാഷണം നടത്തുക. ഒരു വിവരത്തിന്റെ തരി പോലും അടുത്തു പോകാത്ത കുറേ മനുഷ്യന്മാർ, ചിന്തിക്കാനോ ആലോചിക്കാനോ കഴിവില്ലാത്ത കുറെ മനുഷ്യർ, അതിൽപ്പെട്ടതാണ് ഇത്. ചോദിച്ചത് കിട്ടിയിട്ടില്ലെങ്കിൽ ആളില്ല എന്നാണ് അതിന്റെ അർത്ഥം. അയാൾ തന്നില്ല, ആളുണ്ട്, അയാൾ തന്നില്ല എന്ന് വെച്ചാൽ പോരെ. തന്നില്ല, എന്തോ കാര്യം തന്നില്ലെങ്കിൽ നമുക്ക് പറയാം വാപ്പക്ക് എന്തോ സ്നേഹമില്ല, അതുകൊണ്ടാണ് അപ്പൊ പണം തരാത്തത്. ശരി, ആ വാപ്പയുടെ സ്നേഹം നേടാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ചെയ്യുക. അതുപോലെ ദൈവത്തിന്റെ സ്നേഹം നേടാൻ എന്ത് സാധിക്കുമോ ആ ചെയ്യേണ്ടത് ചെയ്യുക, അപ്പൊ ദൈവം തരും. ഇങ്ങനെ ചിന്തിക്കുന്നതാണോ യുക്തി? അതല്ല. ചോദിച്ചപ്പോ തന്നില്ല, അതുകൊണ്ട് ദൈവം തന്നെ ഇല്ല എന്ന് പറയാനാണ്. ഇത്തരത്തിൽ ബുദ്ധിയുമായോ യുക്തിയുമായോ ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളിതാ മതം വിട്ടിരിക്കുന്നു. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഇത് മതം ഇപ്പൊ വിട്ടതൊന്നുമല്ല. ഇത് നേരത്തെ പല സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മതം ഉപേക്ഷിച്ച ഒരുപാട് ആളുകൾ അതിലുണ്ട്. മതത്തിൽ നിന്നാൽ അവരുടെ ആഗ്രഹങ്ങളും ഇച്ഛകളും പലതും നടക്കില്ല. അപ്പോ തോന്നിയതുപോലെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കണമെങ്കിൽ അതാണല്ലോ നാസ്തികത എന്ന് പറഞ്ഞാൽ തന്നെ. നമുക്ക് വരാം ആ ഭാഗത്തേക്ക്. അപ്പൊ അതിനുവേണ്ടി നേരത്തെ മതം വിട്ട് ഉപേക്ഷിച്ച് പോകാൻ തീരുമാനിച്ച ആളുകൾ ഒരു കാരണം കണ്ടെത്തുന്നു. അത്രമാത്രം ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. നിങ്ങളുടെ ബുദ്ധി വൈകല്യത്തെ, നിങ്ങൾക്ക് ചിന്തിക്കാനോ പഠിക്കാനോ കാര്യങ്ങൾ ഉൾക്കൊള്ളാനോ കഴിയാത്ത ഒരു കഴിവില്ലായ്മയെ ദൈവത്തെ നിഷേധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇത്തരത്തിലുള്ള യുക്തിശൂന്യമായ കുറെ കാര്യങ്ങൾ, ഒത്തിരി കാര്യമുണ്ട്, നീട്ടി പറയുന്നില്ല. ചിലർ പറയണത് ആസ്വാദനങ്ങൾ തടയുകയാണ് മതവും ദൈവവും, അതുകൊണ്ട് ഞങ്ങളതിലില്ല. അല്ല, മനുഷ്യനാകെ അങ്ങനെ കുറച്ചു കാലത്തെ ജീവിതമല്ലേ ഉള്ളൂ. ഈ കുറച്ചു കാലത്തെ ജീവിതത്തിനുള്ളിൽ ഈ ലോകത്തെ ജീവിതം ആസ്വദിച്ച് ജീവിക്കേണ്ടതാണ്. പക്ഷേ ആസ്വദിക്കാൻ മതവും ദൈവവും തടസ്സമായതുകൊണ്ട് തൽക്കാലം ആ സാധനമൊന്നും ഇല്ല, അത് വേണ്ട, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ച് ഞങ്ങൾ പുറത്തേക്ക് പോയി. ഒരുപാട് ആളുകൾ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇവിടത്തെ വലതുപക്ഷ സംഘ് പരിവാർ ഐഡിയോളജി ആദർശം എന്താണോ അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി പ്രഭാഷണങ്ങൾ നടത്തുക. ഇതാണ് ഇദ്ദേഹത്തിന്റെ ഒരു മുഖ്യ തൊഴിൽ. ഇദ്ദേഹത്തിന്റെ കേരളക്കരയിലെ ഈ സംഘ, ഈ നവ നാസ്തിക പ്രചാരകരെ കൊണ്ട് നടക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, നാസ്തികനായ ദൈവം. അദ്ദേഹം സ്വന്തം എഴുതിയതല്ല, വേറെ ആളുടെ പുസ്തകം ഉപജീവിച്ചുകൊണ്ട് എഴുതി തയ്യാറാക്കിയതാണ്. അതില് വളരെ പ്രസിദ്ധമായ അതിന്റെ തുടക്കത്തില്, ഈ പുസ്തകം തുടങ്ങുന്നതിന് മുമ്പ് ഒരു പേജിൽ ഒരു വാചകം കോട്ട് ചെയ്തിട്ടുണ്ട്. അത് absence of the evidence is the evidence of the absence എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ദൈവം ഉണ്ട് എന്നതിന് തെളിവില്ല, അതുകൊണ്ട് ദൈവമില്ല. അതാണ് അയാളുടെ വാദം. ദൈവം ഉണ്ടോ? ഉണ്ടെന്നുള്ളതിനൊരു തെളിവില്ലല്ലോ, അതുകൊണ്ട് ദൈവം ഇല്ല. ഏതൊരു വസ്തു ഉണ്ട് എന്നതിന് തെളിവില്ലയോ അത് ആ വസ്തു ഇല്ല എന്നതിന്റെ തെളിവാണ്. ഇത്തിരി ഫിലോസഫിയാണ് കേട്ടോ, ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ഇവർ ഇങ്ങനത്തെ വാദങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേ നമുക്ക് ഈ രാഷ്ട്രീയ പ്രസംഗം നടക്കുന്നമാതിരി വളരെ ഹരത്തിൽ പറഞ്ഞു പോകാൻ ഈ സാധനം പറ്റില്ല. കുറച്ച് ബുദ്ധിയൊക്കെ തുറന്ന് കണ്ണൊക്കെ തുറന്നിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഒരു വസ്തു ഉണ്ട് എന്നതിന് തെളിവ് ഇല്ല എങ്കിൽ ആ വസ്തു ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം എന്നാണ് അതിന്റെ ആദ്യത്തെ പേജിലെ വെള്ള പേപ്പറിൽ ഒരൊറ്റ ലൈന് മാത്രം കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കോട്ട്. ഇത് വെച്ചിട്ടാണ് ഇദ്ദേഹത്തിന്റെ എല്ലാ കളികളും. ദൈവം ഉണ്ട് എന്ന് കാണിക്കാൻ ആർക്കും പറ്റിയിട്ടില്ലല്ലോ, അതിന് തെളിവുമാരുടെ കയ്യിലും ഇല്ലല്ലോ, എന്നാ പിന്നെ ദൈവം ഇല്ല. 1938 മിഡിൽ ഈസ്റ്റിൽ പെട്രോൾ കണ്ടുപിടിച്ചത്.
പണ്ടത്തെ ദുബായിയൊക്കെ നമുക്കറിയാലോ, അന്ന് പെട്രോളൊന്നും ഇല്ലല്ലോ. 938 ആദ്യമായി പെട്രോൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ 935 മിഡിൽ ഈസ്റ്റില്, നമ്മുടെ ഗൾഫ് കൺട്രീസിൽ പെട്രോൾ ഉണ്ട് എന്നതിന് ഒരു തെളിവും ലോകത്തിന് മുമ്പിൽ ഇല്ലായിരുന്നു. തെളിവില്ല എന്നതുകൊണ്ട് ഭൂമിക്കടിയിൽ പെട്രോൾ ഇല്ലാതാവുമോ? നമ്മൾ കണ്ടില്ല എന്നല്ലേ ഉള്ളൂ. 1938 അത് കണ്ടു എന്നല്ലേ ഉള്ളൂ. 38 മുമ്പ് പെട്രോൾ ഇല്ല എന്നതിന് അർത്ഥമുണ്ടോ? ഇതെന്ത് യുക്തിയാണ്? ഇത് എവിടത്തെ യുക്തിയാണ്? നമ്മൾ കാണാത്തതും നമുക്ക് മനസ്സിലാകാത്തതും നമ്മുടെ കയ്യിൽ തെളിവ് ലഭിക്കാത്തതുമൊന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്ന് വാദിക്കാം. അവർക്ക് എളുപ്പമാണത്. എന്നാ പിന്നെ ദൈവം ഇല്ല എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ പറ്റില്ല, ശാസ്ത്രവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഒന്നും സാധ്യമല്ല. നമുക്കെന്നാണോ തെളിവ് ലഭിക്കുന്നത് അതിന് മുമ്പേ വസ്തുതകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിൽ പഠിച്ച വേറൊരു കാര്യമുണ്ട്. എന്താണ്? ഭൂഗുരുത്വാകർഷണം എന്ന് കേട്ടിട്ടില്ലേ? അതിന്റെ പിറകിൽ ഒരു കഥയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സർ ഐസക് ന്യൂട്ടൺ ഏതോ ആപ്പിളിന്റെ മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോ ഒരു ആപ്പിൾ തലയിൽ വീഴുന്നോ പരിസരത്ത് വീണു എന്നൊക്കെ ഒരു കഥയില്ലേ? അപ്പോഴാണ് അത്ര ഐസക് ന്യൂട്ടൺ ആലോചിക്കുന്നത്, ആപ്പിൾ എന്താ താഴോട്ട് വീഴുന്നത്, അതിനെന്താ മേലോട്ട് പോയിക്കൂടെ എന്നൊക്കെ ആലോചിച്ച് ചിന്തിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു ശാസ്ത്ര തത്വം കണ്ടെത്തി. അതിനാണ് നമ്മൾ ഈ ഭൂഗുരുത്വ ആകർഷണം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിള് വീണതിന് ശേഷം അദ്ദേഹം കണ്ടുപിടിച്ച് ചിന്തിച്ച് നമ്മുടെ മുമ്പിൽ തെളിവ് സമർപ്പിച്ചു. ഇങ്ങനൊരു സാധനമുണ്ട്. 50 കൊല്ലം മുമ്പ് ഭൂഗുരുത്വാകർഷണം ഉണ്ടായിരുന്നു. ഇവരുടെ വാദപ്രകാരം ഇല്ല എന്ന് പറയണം. കാരണം തെളിവില്ലാത്തതൊന്നും ഇല്ലത്ര. ഇത്തരത്തിലുള്ള ബുദ്ധിശൂന്യത മാത്രം കൈമുതലാക്കി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ഈ നവനാസ്തികർ എന്ന് പറയുന്നത്. ലോക പ്രശസ്തനായ താനീ പൊട്ടത്തരമാണ് താനീ പറഞ്ഞതെന്നും പുസ്തകപ്പുറത്ത് എഴുതി വെച്ചതെന്നും എത്രയോ ആളുകൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അവസാനം ശാസ്ത്രജ്ഞന്മാരുടെ കോട്ടിങ്സ് വെച്ചിട്ട് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. നിങ്ങൾ പറഞ്ഞത് അത്ര ശരിയല്ല, ഇത് ബുദ്ധിക്ക് നിരക്കാത്താണ് നിങ്ങൾ പറയുന്നത്. ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഞാൻ പറഞ്ഞാണ് ശരി. ഈ ഒരു സ്വഭാവമാണ് ഇന്നത്തെ നവനാസ്തികർക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, നാസ്തികന്മാർ എത്ര ശതമാനം ഉണ്ടാവും? 1% കഷ്ടിച്ചുണ്ടെങ്കിൽ കാണാം, അത്രേ ഉള്ളൂ. അത് തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ആളുകൾ. ഇതല്ലാതെ ലോകത്ത് ഈ സാധനമൊന്നും ഇല്ല. കുറച്ചാളുകൾ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മറിയുന്നു എന്നതിൽ കവിഞ്ഞ് ലോകത്തെ പിടിച്ചു കുലുക്കാൻ മാത്രം നാസ്തികതയൊന്നും വളർന്നിട്ടില്ല. ശാസ്ത്രം ഒത്തിരി വളർന്നിട്ടുണ്ട്, ഒരുപാട് വളർന്നിട്ടുണ്ട്. ശാസ്ത്രം വളർന്നതുകൊണ്ട് മതവിശ്വാസം വിരക്തമായിട്ടില്ല. മതവിശ്വാസം കൂടുതൽ ഉറപ്പ് നേടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എടുത്ത് പരിശോധിച്ചാലും ആശയ സംവാദ സമയങ്ങളിൽ പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുണ്ട്. അന്നേ പറഞ്ഞതാ. പറഞ്ഞിട്ടെന്താ കാര്യം? ഇവര് വീണ്ടും ചോദ്യം പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുക. ദൈവമുണ്ടോ? ഉണ്ട്. എന്താ തെളിവ്? ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ട് എന്നതാണ് ദൈവമുണ്ട് എന്നതിന്റെ തെളിവ്. അതെങ്ങനെയാ തെളിവ്? പ്രപഞ്ചം ഒരിക്കൽ ഉണ്ടായിരുന്നില്ല, സമ്മതിക്കോ? ഈ ലോകം ഒരിക്കൽ ഉണ്ടായിരുന്നില്ല. വിശ്വാസികൾ സമ്മതിക്കും, എന്നാൽ നാസ്തികന്മാരും സമ്മതിച്ചേ പറ്റൂ. ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ടായിരുന്നില്ല. ആധുനിക ശാസ്ത്രത്തിന്റെ കണ്ടെത്തലനുസരിച്ച് നമ്മുടെ പ്രപഞ്ചം രൂപമെടുത്തിട്ട് 13.7 ബില്യൺ വർഷങ്ങളായി. ഒരു മീറ്ററിന്റെ കോടിയിലൊരു അംശം. അത്രയും ചെറുതാക്കിയാൽ എത്ര വലിപ്പമുണ്ടാകുക? അത് കാണാനൊന്നും പറ്റൂല, മൈക്രോസ്കോപ്പ് വെച്ചാലും കാണൂല. അങ്ങനെ ഒരു കുത്തുണ്ടായിരുന്നു ഇവിടെ. ഈ കുത്തിങ്ങനെ വികസിച്ചിട്ടാണ് ഈ ലോകം ഉണ്ടായതെന്നാണ് ഇവർ പറയണത്. അപ്പൊ ആ കുത്തുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്ത, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, ശാസ്ത്രത്തിന് മനസ്സിലായിട്ടില്ലെന്നല്ല, അവർക്ക് മനസ്സിലാക്കാനും പറ്റൂല എന്ന് അവർ പറയുന്നത്. അങ്ങനെ ഒരു പൊട്ടെങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് അവർ പറയണത്. എന്നിരുന്നാലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കേവല ശുദ്ധശൂന്യത, ഈ ശുദ്ധശൂന്യതയിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായതാണല്ലോ, ഉറപ്പാണല്ല. ഒരു സാധനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് ഉണ്ടാക്കാനാരോ വേണ്ടില്ല, ഉണ്ടാവും. അതെങ്ങനെ ഉണ്ടാവുക? ഈ ഒരൊറ്റ ചോദ്യത്തിന് 1000 ആണ്ടുകളായി നാസ്തികർക്ക് നൽകാനുള്ള ഉത്തരം എന്താണ്? ഒന്നുമില്ല. ഇവരെന്ത് ചെയ്യുന്ന അറിയാം നിങ്ങൾക്ക്? കുറെ കാലം വരെ ഇവർ പറഞ്ഞത്, ഇത് ഇപ്പത്തെ ശാസ്ത്രമാണ് ഞാൻ പറഞ്ഞത്, പ്രപഞ്ചം എന്നും ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പറഞ്ഞത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ പ്രപഞ്ചം ഇങ്ങനെ വികസിച്ച് വരികയാണെന്നൊക്കെ ഒരു ശാസ്ത്രം പറഞ്ഞല്ലോ. 1920കളിലെ ശാസ്ത്രം.
ഈ ശാസ്ത്രം വരുന്നതിന് മുമ്പ് 1920-കൾക്ക് മുമ്പൊക്കെ ശാസ്ത്രലോകത്തെ അടക്കിവാണിരുന്ന ഒരു സിദ്ധാന്തം എന്താണെന്ന് ചോദിച്ചാൽ പ്രപഞ്ചം എന്നും ഇവിടെ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ അവർ രക്ഷപ്പെട്ടു. ഇങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ പിന്നെ ഒരാൾ ഉണ്ടാക്കണ്ടല്ലോ. പണ്ട് പണ്ടേ എല്ലാം ഉണ്ട്. ഈ വാദമൊക്കെ കണ്ട് അവസാനിച്ചു. ഇപ്പൊ ശാസ്ത്ര വിവരമുള്ള ഒരുത്തനും പ്രപഞ്ചം എന്നുള്ളതായിരുന്നു എന്ന് പറയാൻ പറ്റൂല. 13.7 ബില്യൺ വർഷം മുമ്പ് ഇത് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇറ്റ് ഈസ് കോൾഡ് ദ ബിഗ് ബാങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കേൾക്കാറില്ലേ? ഒരു ബിഗ് ബാങ് ഒക്കെ നടന്നു എന്ന് പറയണത്. ഈ ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഉണ്ടാകുകയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. പ്രപഞ്ചം ഉണ്ടായതാണോ? മറ്റൊരു ചോദ്യമേ ഉള്ളൂ. ഉണ്ടായതാണ്. ഉണ്ടായതാണെങ്കിൽ ഉണ്ടാക്കിയ ആൾ ഉണ്ടായേ പറ്റും, അല്ലാതെ ഒരു വസ്തു ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാകും എന്ന് വാദമുണ്ടെങ്കിൽ ഉണ്ടാക്കിയ ആളില്ലാത്ത എന്തോ ഒരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. നിങ്ങൾ വലിയ ബുദ്ധിയുള്ള ആൾക്കാരും ഭയങ്കര യുക്തി ഉള്ള ആൾക്കാരും ശാസ്ത്രീയമായി ഒത്തിരി വിവരങ്ങളുള്ള ആളുകളാണല്ലോ. ഒരാളുണ്ടാക്കാത്ത, ഒരു സൃഷ്ടാവ് സൃഷ്ടിക്കാത്ത എന്തോ ഒരു സാധനം ഈ പ്രപഞ്ചത്തിൽ കാണിച്ചു തരാൻ പറ്റും എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ മേൽപോട്ട് നോക്കിയിരിക്കുകയാണ് നാസ്തിക ലോകം. പറയാൻ പറ്റണില്ല. അതുകൊണ്ട് ഇപ്പൊ പോയിട്ട് ഈ ഒരു നാസ്തികന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ദൈവത്തെ കുറിച്ച് ചർച്ചക്കുണ്ടോന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇല്ലാന്ന് പറയും. ഏതെങ്കിലും ഒരു യൂട്യൂബിന്റെ ഇവരുടെ ചാനലില് ദൈവത്തെ കുറിച്ച് ചർച്ചയുണ്ടോ? ചർച്ചയില്ല. എന്താ ചർച്ച? ഇസ്ലാമില് സ്ത്രീക്ക് സ്വാതന്ത്ര്യമുണ്ടോ? കല്യാണം കഴിക്കുമ്പോൾ എത്ര വർഷമാകണം? എന്തിനാണ് ഇപ്പൊ തലാക്ക് ചെല്ലണത്? ഈ ജാതി ഒരു ചർച്ചയല്ലാതെ ശാഖാപരമായ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ചില കുത്തിത്തിരിപ്പുകളൊക്കെ ഉണ്ടാക്കുക എന്നല്ലാതെ അടിസ്ഥാനപരമായ വിഷയത്തിൽ ചർച്ചയുണ്ടോ എവിടെയെങ്കിലും? ആർക്കാ ധൈര്യമുള്ളത്? ഒരാൾക്കും ധൈര്യമില്ല. 13 നമ്മളൊരു കടയിൽ പോയി നോക്കുന്നു. അപ്പം നോക്കുമ്പോൾ കുറച്ച് പാക്കറ്റ് പഞ്ചസാര, ഒന്നിൽ 1 കിലോ, മറ്റേതിൽ 2 കിലോ, മറ്റേതിൽ 3 കിലോ. അപ്പൊ ഒരാൾ ചോദിച്ചു, എന്താ ഇങ്ങനെ 1, 2, 3 കിലോ ആക്കി നിറച്ചു വെച്ചിരിക്കുന്നത്? കടക്കാരൻ പറഞ്ഞു, ആന്നും അറിയില്ല, അതൊക്കെ കണ്ടിങ്ങനെ പഞ്ചാര ചാക്കുന്ന ഇങ്ങനെ സാധനം വന്നിട്ട് ഇങ്ങനെ വീണ് കണക്കായിട്ട് തൂക്കി അങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ആ കടക്കാരനെ നിങ്ങൾ എന്താ വിളിക്കുക? ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരല്ലേ? ആണോ? ബുദ്ധിയുള്ള കച്ചവടക്കാരൻ വരൂല. അങ്ങനെ കൃത്യമായ കണക്കൊപ്പിച്ച് ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും തുടങ്ങി മനുഷ്യന് കാണാനോ പോലും സാധ്യമല്ലാത്ത ഇത്രയും ചെറിയ ബിന്ദുക്കളെ, കണങ്ങളെ കൃത്യമായ ഭാരങ്ങൾ ഒപ്പിച്ചുകൊണ്ട് ഇവിടെ സൃഷ്ടിച്ചു വെച്ചതാണ് എങ്കിൽ, സൃഷ്ടിച്ചു വെച്ചുള്ള മനഃപൂർവ്വം പറഞ്ഞതാ. കാരണം ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഇല്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു എന്ന് ആധുനിക ഫിസിക്സ് പറയുന്നു. പ്രപഞ്ചത്തിൽ ബിഗ് ബാങ് തുടങ്ങുമ്പോൾ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഇല്ല. പ്രപഞ്ചം ഉണ്ടായതിനു ശേഷം ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അണുക്കളൊക്കെ, കണങ്ങളൊക്കെ ഉണ്ടായി വരുന്നത്. അത് ഉണ്ടായതാണെങ്കിൽ ആരോ ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കിയ ആള് എന്താ ഇത്ര കൃത്യമായ ഭാരം ഒപ്പിച്ചുണ്ടാക്കിയത്? മാത്രമല്ല അവിടെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാറി നടക്കുകയായിരുന്നു. ഇലക്ട്രോൺ വേറെ വഴിക്ക് പോകണു, പ്രോട്ടോൺ വേറെ വഴിക്ക് പോകണു, ന്യൂട്രോൺ വേറെ വഴിക്ക്. അങ്ങനെയാണ് ആദ്യം ഉണ്ടായത്. പിന്നെ എല്ലാം കൂടി പ്രോട്ടോണും ന്യൂട്രോണും കൂടി ഒരു ന്യൂക്ലിയസിനകത്തോട്ട് കുടുങ്ങി. ഇലക്ട്രോൺ വന്നിട്ട് അതിന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. ഇതൊക്കെ വെറുതെ ഉണ്ടാവില്ല, അല്ല, ചുമ്മാ വെറുതെ അങ്ങോട്ട് ഉണ്ടായതാണ്. ഈ വെറുതെ ഉണ്ടായി എന്ന് പറയുന്നതിന്റെ പേരാണ് നാസ്തികത. അപ്പൊ തന്നെ നമുക്ക് ആലോചിക്കാൻ പറ്റും, ഇവർക്ക് എത്ര ശാസ്ത്ര വിവരമുണ്ട്, ഇവർക്ക് യുക്തി എത്രയുണ്ട്, ഇവർക്ക് എത്ര ബുദ്ധിപരമായ കഴിവുണ്ട് എന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും വിവരവും ഒന്നും ഇവരുടെ കയ്യിലില്ല. ഇവർക്ക് വേറെ ചില താല്പര്യങ്ങളാണ്. സമയം കിട്ടിയാൽ ആ വശം നമുക്ക് സംസാരിക്കാം. ശരി. അപ്പൊ ഒരു കൊച്ചു വളരെ ചെറിയ ഒരു ആറ്റത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ വളരെ ചെറിയ ഒന്നാണ് കോശങ്ങൾ. അത് നമ്മൾ ബയോളജിയിലാണ് പഠിച്ചത്. ബയോളജി, ജീവശാസ്ത്രം പഠിക്കുന്ന സമയത്ത് ജീവജാലങ്ങളുടെ ശരീരങ്ങളൊക്കെ കോശങ്ങളാൽ നിർമ്മിതമാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? കോശങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടാണ് നമ്മുടെയൊക്കെ ശരീരം ഉണ്ടായത്, സെല്ലുകൾ എന്ന് നമ്മൾ പറയുന്നു. ഈ സെല്ല് എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാൻ പറ്റുമോ? നോക്കിയാലൊന്നും കാണൂല. അത്രയും ചെറിയ വസ്തുവാണ് ഈ സെല്ലെന്ന് പറയുന്നത്. നിങ്ങൾക്കറിയോ ഈ സെല്ലിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് പഠിച്ചിട്ടുണ്ടോ? പണ്ട് ജീവശാസ്ത്രം പഠിച്ച കാലത്ത് നമ്മൾ അതിന്റെ ചിത്രം വരച്ചിട്ടുണ്ട്. 10 മാർക്ക് പരീക്ഷയിൽ കിട്ടിക്കാണും. സെല്ലിന്റെ ചിത്രമൊക്കെ വരച്ചിട്ട്. സെല്ലെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം, ഒരു മെംബ്രെയിൻ. ആ മെംബ്രെയിനകത്ത് ഒരു ന്യൂക്ലിയസ്, പിന്നെ ആ ന്യൂക്ലിയസിന്റെ ചുറ്റുഭാഗത്തും കുറെ സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞിട്ട് ഒരു ദ്രവരൂപത്തിലുള്ള കുറെ വസ്തുക്കൾ. അത് തന്നെ. അപ്പോ ഒരു സ്ഥലം, ഒരു മെംബ്രെയിൻ, അതിലൊരു ന്യൂക്ലിയസ്, പിന്നെ കുറെ സൈറ്റോപ്ലാസം എന്ന് പറയും. ഈ സൈറ്റോപ്ലാസത്തിനകത്ത്
ആയിരക്കണക്കിന് വരുന്ന കൊച്ചു കൊച്ചു അവയവങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, ഓർഗാനലിസ് എന്നാണ് അതിന് പറയാം. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. തെളിവെന്താണ്? ഈ പ്രപഞ്ചം ആസകലം അതിനുള്ള തെളിവാണ്. പ്രപഞ്ചത്തിലെ ഓരോ അണുക്കൾ, ഓരോ ആറ്റങ്ങൾ, ആറ്റത്തിനകത്ത് കിടക്കുന്ന സബ് ആറ്റമിക് പാർട്ടിക്കിൾസ് എന്ന് ഫിസിക്സിൽ വിളിക്കുന്ന ഓരോ ഘടകങ്ങളും അതിന്റെ തെളിവാണ്. ജീവശരീരത്തിൽ കാണുന്ന ഓരോ സെല്ലുകളും, സെല്ലിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും ദൈവമുണ്ട് എന്നതിന്റെ കൃത്യമായ ചൂണ്ടുപലകകളാണ്. ദൈവം എന്ന ഒരൊറ്റ മറുപടിയല്ലാതെ ഇതിന് മറ്റ് യുക്തമായ, യുക്തിപരമായ, ബുദ്ധിപരമായ ഒരു മറുപടി മുന്നോട്ട് വെക്കാൻ ഒരു നാസ്തികനെ കൊണ്ടും സാധ്യമല്ല. വർത്താനം പറയാനേ അവരില്ല. ദൈവം അങ്ങനത്തെ പ്രപഞ്ചം സൃഷ്ടി അതൊന്നും ഞങ്ങളില്ല. ഞങ്ങൾക്ക് ചർച്ചക്കുണ്ട്. എന്താ കാര്യം? ഇസ്ലാമിലെ തലാക്ക് എന്തുകൊണ്ട്, സ്ത്രീക്ക് എന്തുകൊണ്ട് പകുതി സ്വത്ത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരേ കാര്യമുണ്ടല്ലോ. അതിലിങ്ങനെ വട്ടം കറങ്ങുക എന്നല്ലാതെ അടിസ്ഥാനപരമായ ചർച്ചയിലേക്ക് കയറി വരാൻ ധൈര്യമില്ലാതെ മുട്ടുപറച്ചു നിൽക്കുകയാണ് ആധുനിക നവനാസ്തികന്മാർ. പ്രപഞ്ചത്തിലെ ആറ്റം മുതൽ ജീവജാലങ്ങളിലെ സെല്ലുകൾ മുതൽ ഈ ബ്രഹ്മാണ്ഡ ഗതാഗതത്തില് ഇവിടുത്തെ സോളാർ സിസ്റ്റങ്ങളാകട്ടെ, ഗാലക്സികളാകട്ടെ, അല്ലെങ്കിൽ സൂപ്പർ ഗാലക്സികളോ സൂപ്പർ ക്ലസ്റ്ററുകളോ എന്തോ ആയിക്കൊള്ളട്ടെ, കൃത്യമായ കണക്കും വ്യവസ്ഥയും അനുസരിച്ച് മാത്രം ചലിക്കുന്നു എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നതെങ്കിൽ ഈ കണക്കും വ്യവസ്ഥയും സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതൊന്നും യാദൃച്ഛികമായിട്ടുണ്ടാവില്ല. സിസ്റ്റം ഉണ്ടാകണമെങ്കിൽ, വ്യവസ്ഥയുണ്ടാകണമെങ്കിൽ അത് വ്യവസ്ഥപ്പെടുത്തണം. വ്യവസ്ഥയുണ്ടാകണമെങ്കിൽ അതിന് ഒരു ലക്ഷ്യം വേണം. കൃത്യമായ ലക്ഷ്യത്തിന് വേണ്ടിയാണ് വ്യവസ്ഥകൾ ഉണ്ടാക്കുക. അപ്പോ ലക്ഷ്യവും വ്യവസ്ഥയും ചിട്ടയും എല്ലാമുള്ള ഒരു സംവിധാനമാണ് ഈ പ്രപഞ്ചമെങ്കിൽ ഇത് അതിന് കഴിവുള്ള ഏതോ ഒരാൾ ഇത് സംവിധാനിക്കാതെ ഒരിക്കലും സാധ്യമല്ല എന്ന് മനസ്സിലാക്കുന്നതാണ് മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നത്. ഫ്രീ തിങ്കേഴ്സ് ആണ്, സ്വതന്ത്ര ചിന്തകർ. എന്ത് ഈ സ്വതന്ത്ര ചിന്തകർ എന്നെങ്കിലും നിങ്ങൾ നാസ്തികനോട് ചോദിച്ചു നോക്കിയോ? എന്താണ് ഈ സ്വതന്ത്ര ചിന്ത? മനുഷ്യന് ചിന്താശക്തിയുണ്ട്, ബുദ്ധിശക്തിയുണ്ട്. ബുദ്ധിശക്തിയും ചിന്താശക്തിയും ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും സ്വയം വികസിക്കുകയും ദൈവത്തെ കണ്ടെത്തുകയും ഒക്കെ ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്നത് നമുക്കറിയാം. അപ്പൊ മനുഷ്യൻ ചിന്തിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം, എല്ലാം ചെയ്യേണ്ടതുണ്ട്. മനുഷ്യന് ചിന്താശക്തിയുണ്ട്, മനുഷ്യന് സ്വതന്ത്ര ചിന്തയുണ്ട്. മനുഷ്യൻ സ്വതന്ത്രനായാണ് ചിന്തിക്കേണ്ടതെന്നാണ് ഇവർ പറയാം. എന്താ ഈ സ്വതന്ത്ര ചിന്ത? അത് നിങ്ങൾ ചോദിച്ചാൽ മതി, എന്താ സ്വതന്ത്ര ചിന്ത? ഒരൊറ്റ ചോദ്യം, അങ്ങനെ ഒന്നുണ്ടോ? സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞൊരു ചിന്ത ഉണ്ടോ? മനുഷ്യന് ചിന്താശക്തിയുണ്ട്, മനുഷ്യന്റെ ചിന്താശക്തി പരിമിതമാണ്. ഒരു ഉത്തരം അങ്ങനെ പറയാം. രണ്ടാമത്തേത്, മനുഷ്യന് സ്വതന്ത്ര ചിന്തയുണ്ടോ? ഇന്ന് നമ്മുടെ കേരളക്കരയിൽ അടക്കം ജീവിച്ചു കൊണ്ടിരിക്കുന്ന നവനാസ്തികന്മാരുടെ ലോകത്ത് ഉള്ള 4 ആചാര്യന്മാരുണ്ട്. വലിയ 4 ആചാര്യന്മാർ. സ്വാഗത ഭാഷണത്തിൽ അവരുടെയൊക്കെ പേര് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. റിച്ചാർഡ് ഡോക്കിൻസ് എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അയാളൊരു വലിയൊരു ആചാര്യനാണ്. ലോകത്തിലെ ഈ നാസ്തികന്മാരുടെ വലിയ ആചാര്യന്മാരിൽ ഒരാൾ. അയാളുടെ ചിന്തകൾ കേരളത്തിൽ പ്രചരിപ്പിക്കാനാണ് ഇവിടത്തെ നാസ്തികന്മാർ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാം ഹാരിസ്, ക്രിസ്റ്റഫർ ഹിച്ചൻസ്, ഡാനിയൽ ഡെനറ്റ്, ഇങ്ങനെ 4 ആളാണ് ലോകത്ത് നാസ്തികരുടെ വലിയ ബുദ്ധികേന്ദ്രവും അതിന്റെ ഏറ്റവും വലിയ പ്രചാരകരായിട്ട് അറിയപ്പെടുന്നത്. അതില് ഇവരുടെ 3 പടച്ച തമ്പുരാക്കന്മാരിൽ ഒരു തമ്പുരാന്റെ പേരാണ് സാം ഹാരിസ്. നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സാം ഹാരിസിന് കേവലം 59 പേജ് മാത്രമുള്ള ഒരു പുസ്തകമുണ്ട്. കേരളത്തിലെ ഏതോ ഒരു നാസ്തികൻ അത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു തവണ എടുത്ത് വായിച്ചാൽ മതി, നിങ്ങളുടെ രോഗം പകുതി മാറിക്കിട്ടും. കാരണം മൃഗരതി മനുഷ്യനൊന്നും പോരതില്. പരയിൽ പൂച്ചയും പട്ടിയൊക്കെ ഉണ്ടാവും, അതിലും എന്താക്കാം, നമുക്ക് ഉപയോഗിക്കാം. മൃഗരതി എന്നാണ് അതിന് പറയാം. എന്താ ഒരു മനുഷ്യനാണ് ചെയ്താലെന്നാ ചോദിക്കുന്നത്. ഒരു പട്ടിയുമായി നെയ്യ ബന്ധം പുലർത്തിയാൽ എന്താ കുഴപ്പം? ഒരു പൂച്ചയുമായി പുലർത്തിയാൽ എന്താ കുഴപ്പം? ഒരു പശുവായിട്ടാണ് പുലർത്തിയാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. എന്തുകൊണ്ട് കുഴപ്പമില്ല? സ്വതന്ത്രമായി ചിന്തിച്ചപ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലായത് ഒരു കുഴപ്പമില്ല. എന്നിട്ട് അതും പിടിച്ചോണ്ട് നടക്കാം. നിങ്ങൾ ചാനലുകൾ കേൾക്കുന്നവരെ, അവരുടെ പ്രസംഗങ്ങൾ കേൾക്കുന്നവർ ശ്രദ്ധിച്ചു നോക്കുക. ഇതൊക്കെ പറയണില്ല, ഇതൊക്കെ വേണമെന്ന് വാദിക്കുന്ന ആൾക്കാരാണ്. നെക്രോഫീലിയ യൂറോപ്പിലൊക്കെ ഒമ്പിച്ച സമര. നെക്രോഫീൽ കേട്ടാൽ നമുക്ക് അറപ്പ് തോന്നുന്നല്ല, പേടിയും തോന്നുന്നു. നെക്രോഫീലിയ എന്ന് പറഞ്ഞാലേ ശവരതി, ചത്തുപോയ ഡെഡ് ബോഡി ഉണ്ടാവുമല്ലോ, മയ്യത്ത്,
അതുമായിട്ട് ലൈംഗിക ബന്ധം പുലർത്തുക, അതിനുള്ള സ്വാതന്ത്ര്യമാണ് അത്ര പേർക്ക്. നമ്മുടെ നാട്ടിൽ പറയുമ്പോൾ ഇവർക്ക് ചെറിയൊരു ചമ്മലുണ്ടാവും. കാരണം ശരിക്കൊണ്ട് എത്തിയിട്ടില്ല. നിങ്ങളെ മുതുമുത്തച്ഛന്മാരിവിടെ യൂറോപ്പിലുണ്ട്, വെസ്റ്റേൺ കൺട്രീസിൽ ജീവിച്ചുകൊണ്ടിരിക്കണു, സ്വതന്ത്ര ചിന്തകന്മാര്, നിങ്ങളെ വലിയ പടച്ചാമ്പുരന്മാര്. ചോദിച്ചു നോക്കിയ ഹലാലോ ഹറാമോ എന്നവരോട്. ഇതൊക്കെ ഹലാലാത്ര, അതൊക്കെ ചെയ്യണമെന്നാണ്. പീഡോഫീലിയ, ചെറിയ കൊച്ചു കുഞ്ഞുങ്ങളെ ലൈംഗികമായി ഉപയോഗിക്കുക, അതിന് പീഡോഫീലിയ എന്നറിയും. ബാലപീഡനം അത് യൂറോപ്പിൽ മാത്രമല്ല, കേരളത്തിലും വന്നു. കേരളത്തിലെ നവനാസ്തികർക്കിടയിൽ പീഡോഫീലിയ ഉണ്ടോ ഇല്ലേ? ഇത് ഞാൻ കിടന്നിട്ട് പറയണ്ടല്ലോ. ഒരു പെണ്ണുണ്ട്, എന്താണ് മതം വിട്ട പെണ്ണ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്ത ഒരു പെണ്ണുണ്ട്. പെണ്ണിന്റെ പേര് ഞാൻ പറയണ്ട, ഈ ഇടവണ്ണ പരിസരത്ത് ഇവിടെ ഉള്ളതാണ് എന്നാണ് കേട്ടറിവ്. മതം വിട്ട പെണ്ണ്. ആ പെണ്ണ് മതം വിട്ടുപോയി, മുസ്ലിമാണ്, പേരൊക്കെ മുസ്ലിമാണ്. മതം വിട്ട് പുറത്തേക്ക് പോയി. മതം വിട്ട് പുറത്തേക്ക് പോയപ്പോഴേ ഈ സ്വതന്ത്ര ചിന്തകരായ നാസ്തികന്മാര് അവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. നീ മതമൊക്കെ ഉപേക്ഷിച്ച് വന്നതല്ലേ, ഇനിയിപ്പോ നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞോളോട്. എന്ത് തുടങ്ങാന്ന് അത് ഞാൻ പറയില്ല. എന്താണ്? അല്ല, മതമൊന്നുമില്ലല്ലോ, ഹറാമ് ഹലാല് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ. നീ ഇപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ടാണല്ലോ ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർന്നത്. എന്നാ പിന്നെ ഞമ്മക്ക് തുടങ്ങാം. ഇന്ന് നീ എന്റെ കൂടെ വരുവോ, നാളെ മറ്റവന്റെ കൂടെ പോകുമെന്ന് ചോദിക്കാൻ തുടങ്ങി. അതിന് എതിരെ ഇവിടെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഈ മതം വിട്ട പെണ്ണ് എന്ന് പറഞ്ഞ പെണ്ണ്. അതിൽ അവള് കുറെ കാര്യം പറയുന്നു. ഞാൻ മതം വിട്ടു, മതം വിടാനുള്ള കുറെ കാരണങ്ങൾ ആ പെണ്ണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു യുക്തിയും ബുദ്ധിയും ഇല്ലാത്ത കാര്യങ്ങൾ അതിരിക്കട്ടെ. ഞാൻ മതം വിട്ട ഉടനെ ഈ നാസ്തികന്മാരൊക്കെ എന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. എന്താ ആവശ്യം? മതം വിട്ടില്ലേ, ഇനി നമുക്ക് എന്തു ആകാലോ എന്ന് ചോദിച്ച് വരാൻ തുടങ്ങി. ഞാൻ അത്തരക്കാരിയൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങോട്ട് പറയാൻ തുടങ്ങി. ഇവരുടെ മൊത്തം പരിപാടി ഇതാണ്. ആ കൂട്ടത്തിൽ എവള് പരസ്യമാക്കിയ ഒരു കാര്യമാണ്, കേരളത്തിലെ നവനാസ്തികന്മാർക്കിടയിൽ വളരെ ശക്തമായ രീതിയിൽ പീഡോഫീലിയ നടക്കുന്നു. കുഞ്ഞു കുട്ടികളെ, വളരെ ചെറിയ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന സമ്പ്രദായം ഇവിടുത്തെ നാസ്തികന്മാർക്കിടയിൽ നടക്കുന്നു എന്ന് പറഞ്ഞത് ഇവിടുത്തെ മതക്കാരൊന്നും അല്ല കേട്ടോ. ഈ മതം വിട്ട പെണ്ണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ട് നടന്ന് നിങ്ങളെ സ്റ്റേജിൽ മതത്തെ തെറി വിളിച്ച് പ്രസംഗിപ്പിക്കണം ഈ പെണ്ണ് തന്നെയാണ്. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമൊന്നുമില്ല. എന്ത് ഏത് കല്യാണമില്ല, കുട്ടികളില്ല, മക്കളില്ല, ഉണ്ടെങ്കിൽ ഉണ്ടായി, ഇല്ലെങ്കിൽ ഇല്ലായി, ഒരു ഉത്തരവാദിത്വം ഇല്ല. ഇങ്ങനെ ഒരു നാൽക്കാലികൾ വരെ ഇതിനേക്കാൾ മെച്ചാട്ട. നാൽക്കാലികൾ ഇതിനേക്കാൾ മെച്ച അല്ലേ? കാളയും പശുവും ആണും പെണ്ണുമാണല്ലോ. ഓലല്ലേ വല്ല രതിയൊക്കെ നടത്തണമെങ്കിൽ നടത്തുള്ളൂ. ഈറ്റങ്ങൾ അതല്ലല്ലോ. ഈറ്റങ്ങൾ മനുഷ്യനുമല്ല, മനുഷ്യനും പട്ടിയും മനുഷ്യനും പൂച്ചയും മനുഷ്യനും ആനയും ഒക്കെ ആകാന്നാ പറയുന്നത്. ഇത് മൃഗങ്ങൾ പോലും ചെയ്യില്ല. ഇത്ര അധപ്പതിച്ച ഒരു വിഭാഗം ഈ രൂപത്തിലേക്കുള്ള ചിന്തകളിലേക്ക് വളർന്നു വരുന്ന യുവതലമുറയെ വലിച്ചിഴച്ചു കൊണ്ടുപോകാൻ വേണ്ടി സ്കൂൾ ക്യാമ്പസുകളിലും കോളേജ് ക്യാമ്പസുകളിലുമൊക്കെ വളരെ രഹസ്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമായിട്ടും ഇവരെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്, ഹൈസ്കൂളില്, ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ, അത് കഴിഞ്ഞ് കോളേജ് ക്യാമ്പസുകളിൽ നമ്മൾ പോകുന്നു. ഈ വർഗത്തിൽപ്പെട്ട കുട്ടികൾ അതിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അവരുടെ പ്രവർത്തനം കണ്ടാൽ നമ്മുടെ കുട്ടികൾക്ക് അത് തിരിച്ചറിയാൻ സാധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. ചില ലക്ഷണങ്ങൾ കാണുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കേണ്ടതുണ്ട്. കുട്ടികളെ അവര് പോലും അറിയാതെ ഇത്തരത്തിലുള്ള സുഖ സൗകര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് എന്ത് മതമടോ എന്ത് ദൈവമടോ, ഈ ദൈവവും മതവും ഒക്കെ ഉണ്ടായാൽ നമുക്കിവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റൂല. അതുകൊണ്ട് അതിലൊക്കെ ഒഴിവാക്കിയേക്ക് നമുക്കിങ്ങനെ രസിച്ച് രമിച്ച് അങ്ങനെ ജീവിച്ചു പോകാം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന നവനാസ്തികത. ഇതാണ് ഇവരുടെ ധാർമ്മിക സദാചാര മൂല്യം എന്ന് പറയുന്നത്. അരാജകമായ ഒരു സമൂഹം ഇവിടെ വളർന്നു വരും. അവർക്ക് നിയമങ്ങളില്ല, നിയന്ത്രണങ്ങളില്ല, അവർക്ക് ഹലാൽ ഹറാമുകളില്ല, അവരെ നിയന്ത്രിക്കാൻ പാടില്ലത്രേ. സർക്കാർ പോലും ഉണ്ടാകരുത് എന്നാണത്ര ഇതിന്റെ അവസാനമായ ആഗ്രഹം. ഗവൺമെന്റ് ഒന്നും ഉണ്ടായിരുന്നു. പണ്ട് മാർക്സ് പണ്ട് പറഞ്ഞിരുന്നു അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ വരുമെന്നൊക്കെ. അപ്പോ നിയന്ത്രിക്കാൻ ആരുമില്ലാത്ത നീദർ ഗോഡ് നോർ മാസ്റ്റർ, അത് അവരുടെ ഒരു അനാർക്കിസ്റ്റുകളുടെ ഒരു മുദ്രാവാക്യമാണ്. ദൈവമോ നിയന്ത്രിക്കുന്ന യജമാനന്മാരോ ആരുമില്ലാത്ത ഒരു ലോകം, അതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഇങ്ങനെ സ്വതന്ത്രരായി, അതല്ലെങ്കിൽ താന്തോന്നികളായി, അതല്ലെങ്കിൽ തോന്നിവാസികളായി ഈ ഭൂമി ലോകത്ത് ജീവിച്ച് തിമറക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ് ഈ നാസ്തികരെന്ന് പറയുന്നവർ.